ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഉറങ്ങിയിട്ട് മാസങ്ങളായിട്ടുള്ള ആൾക്കാർ. അന്നേരം മനസ്സിലാകും നമുക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര നന്ദി പറയണം എന്നുള്ളത്. ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അതും നമുക്കറിയാൻ മേല. നമ്മൾ പ്രാഗി പറഞ്ഞ് ജീവിക്കുന്നു. നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും നമുക്കില്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ കൂട്ടുകാരും അവർ കാറ് മാറി ഉടനെ നമ്മൾ കാറ് മാറിയില്ലോ എന്ന് പറഞ്ഞാൽ മതി. വേറൊരാളൊരു നല്ല വീട് വെച്ചു, നമുക്കിതുവരെ ഒരു പുതിയ വീട് വെക്കാൻ പറ്റിയിട്ടില്ലോ എന്ന് ഒരു ടെൻഷൻ. ഇങ്ങനെ ഒരു സർക്കിളിനകത്ത് പല ആൾക്കാരും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളൊരു റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നതൊക്കെ ആ റേഞ്ചിലുള്ള ആൾക്കാരെ മാത്രമാണ്. അതിൻ്റെ താഴെയുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളൊരു ക്യാൻസർ വാർഡിൽ പോയൊരു 4 ദിവസം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നും വേണ്ട, ഞാൻ ജീവിച്ചോളാം, മര്യാദയ്ക്കൊന്ന് രാവിലെ എഴുന്നേക്കാം. എത്രയോ പേര് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഇപ്പോൾ രാവിലെ ഒന്ന് എഴുന്നേറ്റാൽ തന്നെ ഒന്ന് നന്ദി പറഞ്ഞ് നമ്മുടെ ഈ കാണാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഉറങ്ങിയിട്ട് മാസങ്ങളായിട്ടുള്ള ആൾക്കാർ. അന്നേരം മനസ്സിലാകും നമുക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര നന്ദി പറയണം എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവരെയും പലരും കണ്ടിട്ടില്ല. എന്നാൽ ശരിക്കും ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും കണ്ടിട്ടില്ല. ഇതാണ് ഇതിനകത്തെ പ്രോബ്ലം.